കൊമേഡിയൻ പ്രണീത് മോറിന്റെ ഷോയിൽ നിന്നുമുള്ള വീഡിയോ ക്ലിപ്പിൽ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം കത്തുന്നു. പ്രണീതിന്റെ ഷോ കാണാനെത്തിയ പ്രേക്ഷകരിൽ ഒരാൾ ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞ അധിക്ഷേപകരമായ പരാമർശത്തിലും അത് കേട്ട് പ്രണീത് ചിരിക്കുന്നതുമാണ് വീഡിയോ ക്ലിപ്പിലുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ 370 രൂപയുടെ ബിരിയാണി എന്ന് സെർച്ച് ചെയ്താൽ സ്റ്റാൻഡപ്പ് കൊമേഡിയനും യൂട്യൂബറുമായ പ്രണീത് മോറിന്റെ ഷോയിലെ ഒരു രംഗമാണ് കാണാൻ സാധിക്കുക. പ്രണീതിന്റെ ഷോയിൽ പങ്കെടുത്ത ഒരു യുവാവ് സ്ത്രീകളെക്കുറിച്ച് മോശമായി പറയുന്നതും ഇത് കേട്ടപാടെ പ്രണീതും ചുറ്റുമുള്ളവരും ചിരിക്കുന്നതായും ഈ വൈറൽ വീഡിയോയിലുള്ളത്. ഒരു യുവതിയുമായി ഡേറ്റിംഗിന് പോയതിന്റെ അനുഭവം ഹിമാൻഷു ജംഗ്രെ എന്ന യുവാവ് പറയുന്നതാണിത്. യുവാവ് തന്റെ ഒരു പെൺ സുഹൃത്തിനോടൊപ്പം ഡേറ്റിംഗിന് പോയതായി പറയുന്നു. യുവതിക്കൊപ്പം പുറത്തുപോയി ചിക്കൻ ബിരിയാണി കഴിച്ചു. ഏകദേശം 370 രൂപയായി. പിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അവൾക്ക് വേണ്ടി 370 രൂപ ഞാൻ ചിലവാക്കി, അതെനിക്ക് മുതലാക്കേണ്ടേ? 370 രൂപയുടെ ബിരിയാണി വാങ്ങി നൽകിയതല്ലേ എന്നും അതിന് പകരമായി തനിക്ക് എന്തെങ്കിലും ലഭിക്കാൻ അർഹതയുണ്ടെന്നും യുവതിയോട് പറഞ്ഞതായി ഇയാൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ട് കാണികളും പ്രണീതും പൊട്ടിച്ചിരിക്കുകയാണ്. സൈബർ എടുത്ത ഇത് കടുത്ത വിമർശനങ്ങൾക്കിടയാക്കുകയാണ്. സ്ത്രീകൾക്ക് ആഹാരം വാങ്ങി നൽകിയെന്നാൽ അവരുടെ ശരീരത്തിൽ അധികാരം ഉറപ്പിച്ചു എന്നർത്ഥമില്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടി. സ്ത്രീകളുടെ ശരീരത്തിന് വിലയിടാനാകില്ലെന്നും പലരും പറഞ്ഞു. സംഭവം വലിയ വിവാദമായതോടെ ഹിമാൻഷു മാപ്പ് പറയുകയും അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഇയാൾക്ക് ജോലി നഷ്ടമായിരിക്കുകയാണ്. സ്റ്റാവിക് ഡിസൈൻ എന്ന കമ്പനിയിലാണ് ഹിമാൻഷു ജോലി ചെയ്തിരുന്നത്. വിവാദം ശക്തമായതോടെ ഹിമാൻഷുവിനെ പിരിച്ചുവിട്ടതായി കമ്പനിയുടെ സ്ഥാപകനായ വിവേക് വിശ്വകർമ്മ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചു. ജോലി സ്ഥലത്ത് ഹിമാൻഷു ആളുകളെ ബഹുമാനിക്കുന്ന നല്ല സ്വഭാവമുള്ളയാളാണെന്നും എന്നാൽ വിവാദങ്ങൾ കമ്പനിയെ ബാധിച്ചെന്നും അതിനാലാണ് ഹിമാൻഷുവിനെ പുറത്താക്കിയതെന്നും കമ്പനി സ്ഥാപകൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.